അവിടുന്ന് പഠിച്ചിട്ട് ജോലി കിട്ടിയ പിള്ളേരിനെ ആണെങ്കിൽ ഞാൻ കണ്ടു തരാം. എനിക്കറിയണ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് ജോലി കിട്ടാൻ ആ ടൈമിലുണ്ടായ കുറേ ബാഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നന്നായി പഠിച്ചിട്ടും ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര മോശമായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ലാണ്ട് സ്വന്തമായിട്ട് ഇൻ്റർവ്യൂ കണ്ടുപിടിച്ചിട്ടാണ്, ജോലി കണ്ടുപിടിച്ചിട്ടാണ് അവിടുന്ന് കുറേ പിള്ളേർ ഇറങ്ങിയേക്കണത്. എന്നിട്ട് ഇതൊക്കെ ഇവർ എന്താ പറയുക മാർക്കറ്റ് ചെയ്തിട്ട് ഇട്ടുണ്ട്. വീഡിയോസും പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടുന്ന് പ്ലേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട്. കാരണം സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് ഇൻ്റർവ്യൂ ഒക്കെ വാങ്ങി പിള്ളേർ ജോലി കിട്ടിയവരും ഇതാണ്. ഇപ്പോൾ അതേപോലെ ഇവരുടെ റീഫണ്ട് പോളിസി എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയാണ്. നമ്മൾ ഫിമിഗേഷൻ പാസ്സായിട്ടാണ് ഇതിൽ കയറുന്നത് തന്നെ. ഫിമിഗേഷൻ പാസ്സാകുമ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഈ സാധനം ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഫസ്റ്റത്തെ 2 ആഴ്ചത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ സിമ്പിളാണ്. നമുക്കൊരു യൂട്യൂബ് വീഡിയോ കണ്ടാൽ ഈ സാധനം പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാം 2 ആഴ്ചത്തെ. അപ്പോൾ നമ്മൾ 2 ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് ആവും. ഈ സാധനം നമുക്ക് നല്ല രീതിയിൽ പാസ്സായിട്ട് എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യേണ്ട കാര്യമോ റീഫണ്ട് ചോദിക്കേണ്ട കാര്യം ആലോചിക്കുകയില്ല. ഈ 2 ആഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും മനസ്സിലാവും ഈ സാധനം അത്ര സിമ്പിളുള്ള കാര്യമില്ലെന്ന്. കാരണം 2 ആഴ്ച കഴിഞ്ഞാലാണ് പഠിക്കേണ്ട മെയിൻ കാര്യങ്ങൾ 3-ാമത്തെ ആഴ്ച തൊട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ റീഫണ്ടിന്റെ സമയം കഴിയും. നമുക്ക് പിന്നെ റീഫണ്ട് ചോദിക്കാനും പറ്റില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, നമുക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയം തരത്തില്ല ഒരു കാര്യത്തിന്. അവരുടെ ടൈമിംഗ് ആണ്. അതൊരു തരം സൈക്കോളജിക്കൽ മൂവായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അവരോട് ഇതൊക്കെ സംസാരിച്ചാണ് ആദ്യം. അതുപോലെ തന്നെ 12 റിവ്യൂ വരെ ഉള്ളൂ. 12 കഴിഞ്ഞാൽ പിന്നെ ടെർമിനേറ്റ് ചെയ്യുക. ഇതൊന്നും നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന എഗ്രിമെൻറ്റിലുണ്ടെന്ന്. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നതാണ് ആദ്യം കൊടുത്ത 5 മിനിറ്റോ 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടാണ് വായിച്ചിട്ട് അത് ആര് വായിക്കണം? പേരൻ്റ് അല്ല വായിക്കേണ്ടത്, കുട്ടി തന്നെ വായിച്ചിട്ട് കൊടുക്കുകയാണ്. കുട്ടികൾ ഇത് ആരാണ് ഈ എഗ്രിമെൻറ്റ് ഇത്ര ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന എഗ്രിമെൻറ്റ് വായിക്കാൻ പോകുന്നത്? അയച്ചു കൊടുക്കുന്നു, സൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ അവർ പറയുന്നു 12 റിവ്യൂ കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് കൊണ്ടുവന്നില്ല, ടെർമിനേറ്റ് ചെയ്യും. അതിനകത്ത് വലിയൊരു ലീഗൽ പ്രോബ്ലം ഉള്ളത്, ഒരു കുട്ടിയെ ഒരിടത്തുനിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നിലവിൽ നിയമമില്ല. ഒരു കുട്ടിയെ ഒരാളെ ഒരു സ്ഥാപനത്തിൽ പുറത്താക്കാൻ പറ്റത്തില്ല. അല്ല പിന്നെ അത്രമാത്രം ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവണം, പോലീസ് ഇടപെടണം, എങ്കിൽ മാത്രമേ ഒരാളെ ഒരു സ്ഥാപനത്തിൽ പുറത്താക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ അങ്ങോട്ട് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആളെ അവർ പുറത്താക്കുക, ടെർമിനേറ്റ് എന്നാണ് അവർ പറയുന്നത്. അതെങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പഠിച്ച് തോറ്റുപോയി വീണ്ടും അവർക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ 1 ലക്ഷം രൂപ ഫീസ് വാങ്ങിച്ചിട്ട് പിന്നെ ഈ റെൻറ്റും വാങ്ങിച്ചിട്ട്, എക്സ്ട്രാ അല്ലേ റെൻറ്റും വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പഠിക്കാനുള്ള എത്ര പ്രാവശ്യം വേണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പരീക്ഷ പുറത്താക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ നടത്താൻ പറ്റുന്നത്? ഇന്ത്യയെ പോലെ രാജ്യത്ത് പറ്റുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഞാൻ അവരോട് അന്ന് ചോദിച്ചാണ്. അവർക്ക് അതിനൊന്നും ആൻസറില്ല. അപ്പം ഇതൊക്കെ വളരെ ദുരൂഹമായ രീതിയിലാണ് ഇപ്പോൾ അവരുടെ പോക്ക്. ഇപ്പോൾ അവർ 4 ലക്ഷം മറ്റു ഫീസാക്കിയെന്ന് പറയുന്നു. ചേരുന്ന കുട്ടികളുടെ പേരൻസുമായിട്ട് ഗാർഡിയൻസുമായിട്ട് ഒന്നും ഇവർക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. നമ്മളൊരു സ്ഥാപനത്തിലൊരു കുട്ടി ചേരാൻ ചെന്ന് കഴിഞ്ഞാൽ എത്ര പ്രായമുള്ളവരാണ് ശരി, അവരുടെ പേരൻസുമായിട്ടൊരു കൺസൾട്ടിങ്, ഒരു കമ്മ്യൂണിക്കേഷൻസ് അതെല്ലാം ഉണ്ടാവണമല്ലോ. ഇതങ്ങനൊന്നുമില്ല. ഇത് എന്നെ അവർ വിളിച്ചിട്ടേ ഇല്ല. എൻ്റെ മകൻ 3 പ്രാവശ്യം, 3ാമത്തെ ഇതിനകത്ത് 7 തവണയാണ് അവൻ്റെ റിവ്യൂ പോയത്. 7 തവണ പോയപ്പോഴും അവരെന്നെ വിളിക്കുന്നില്ല. 7 തവണ ഒരു കുട്ടിയുടെ റിവ്യൂ ഫെയിലാകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വിളിക്കേണ്ടതല്ലേ? 1 or 2 കഴിയുമ്പോൾ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ മകൻ ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കണം, അവൻ പഠിക്കുന്നില്ല, അല്ലെ അവൻ പഠിച്ച് ശരിയാവുന്നില്ല, അവനെന്താ പ്രശ്നം, അവനെന്ത് വേറെ പ്രോബ്ലം ഉണ്ട്, ഇതൊക്കെ ഒരു പേരൻറ്റിനെ വിളിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം ഏത് സ്ഥാപനത്തിനും ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ അവരുടെ ആളിനെ വെച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും വിളിക്കത്തൊന്നുമില്ല. 7 പ്രാവശ്യം അവന് കിട്ടാതെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കുക ചെയ്ത്. അപ്പോൾ അവർ പറയുന്നത് അവൻ ഓക്കെയാണ്, അവനെല്ലാം ഓക്കെയാണ്, പക്ഷെ അവന് കയറാൻ പറ്റുന്നില്ല, പാസ്സാകാൻ പറ്റുന്നില്ല. അവൻ തന്നെ അവരെ കുറ്റം പറയുന്നത്. അവൻ പറയുന്നത് നമ്മൾ പഠിക്കാൻ പറയുന്ന പോർഷൻസ് ഒന്നുമല്ല അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം. കഴിഞ്ഞ ആഴ്ച എനിക്ക് 2ാമത്തെ ആൾ, 3 പേരുണ്ട് അവിടെ പഠിക്കാൻ. 2ാമത്തെ ആളുള്ളതും കഴിഞ്ഞ ആഴ്ച ഇപ്പം 6th വീക്കിൻ്റെ 3 റിവ്യൂ കഴിഞ്ഞു. ബ്രില്യൻ്റായിട്ടുള്ള സ്റ്റുഡൻ്റാണ്. വളരെ അവിടുത്തെ ഏറ്റവും ബ്രില്യൻ്റായിട്ടുള്ള സ്റ്റുഡൻറ്റിൽ ഒരാളാണ്. അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം റിവ്യൂ ഇവർ നടത്തുന്ന ആളുകളും പ്രശ്നമാണ്.